സുപ്രീം കോടതി ചില നിലപാടുകൾ കടുപ്പിച്ചിരിക്കുന്നു. വോട്ടെണ്ണൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ത്യ മുന്നണി സമർപ്പിച്ച ഹർജി അത് ചെറുതല്ലാത്ത ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന വിഷയങ്ങൾ നിരവധിയുണ്ട്. നിരവധിയായ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായി പെരുമാറുന്നു. രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായതിനു ശേഷം നടന്ന ഇലക്ഷനുകളുമായി ബന്ധപ്പെട്ട് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന ക്രമക്കേടുകൾ അത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ ശക്തമായി തന്നെ കോടതി വഴി നിയമ പോരാട്ടം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ അവതാളത്തിലാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിലവിൽ സഞ്ജീവ് ഖന്നയാണ്. അദ്ദേഹത്തിൻ്റെ ബെഞ്ച് കൃത്യമായി ചില കാര്യങ്ങൾ പരിഗണിക്കാനിരിക്കവേ സഞ്ജീവ് ഖന്നയ്ക്ക് ചില നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. കോടതിക്ക് സ്വമേധയാ കേസെടുക്കാം, എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന DY ചന്ദ്രചൂഡ് അടക്കമുള്ളവർ അത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ സ്വമേധയാ കേസെടുത്തിട്ടില്ല. ആദ്യം സുപ്രീം കോടതിയുടെ ബെഞ്ച് പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ജനവിധി വരുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കമാണെങ്കിൽ BJP ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ചില സംസ്ഥാനങ്ങൾ കൈവിട്ടു പോകുമ്പോൾ അവിടെ മാത്രമാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അതിൻ്റെ പ്രക്രിയയെക്കുറിച്ചും EVM-നെ കുറിച്ചും കുറ്റം പറയാനുള്ളത് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നാൽ EVM മെഷീനുമായി ബന്ധപ്പെട്ട കൃത്രിമത്വം നടന്നു എന്ന ഉത്തമ ബോധ്യമുള്ള ചില ബൂത്തുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് അവിടെ പരാമർശിക്കുന്നത്. 112ഓളം ബൂത്തുകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട മഹാരാഷ്ട്രയിലെ പ്രശ്നം അതുപോലെ തന്നെ നിഷേധിക്കുമ്പോൾ ഹരിയാനയിലെ അട്ടിമറി, അവിടെ വോട്ടിംഗ് മെഷീനിൽ ഇലക്ട്രിക് ചാർജ് 99% അതേപടി നിലനിർത്തുന്നത് എന്ത് മാജിക്കാണ് എന്നത് ഇതുവരെയും പിടികിട്ടുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വേളയിൽ നേരിയ വ്യത്യാസത്തിൽ BJP പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ അട്ടിമറിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. അട്ടിമറി എന്ന് പറഞ്ഞാൽ ഏകദേശം 5000 മുതൽ 10000 വരെയുള്ള വോട്ടർമാരെ കുത്തിക്കയറ്റുന്ന വൻ ക്രമക്കേട് നടത്തുന്ന രീതിയിൽ വോട്ടിരട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതു മണ്ഡലത്തിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം കോൺഗ്രസിൽ നിക്ഷിപ്തമാകുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷമാണ്. ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നിത്യ ആവശ്യങ്ങൾ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ മറ്റാരാണ് ഇടപെടേണ്ടത്? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജീവ് ഖന്നയ്ക്ക് ഈ കാര്യത്തിൽ ഇടപെടേണ്ടി വരുന്നത്.